അത്യാധുനിക സൗകര്യങ്ങളുടെ കൊച്ചിയിൽ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്യും. റോബോട്ടിക് സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തോടും കൂടിയാണ് കൊച്ചിയിലെ ക്യാൻസർ സെന്റർ പ്രവർത്തിക്കാൻ പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണന്റെ റിപ്പോർട്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് കൊച്ചിയിൽ പുതിയ ക്യാൻസർ റിസർച്ച് സെന്ററിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരത്തും മലബാറിലും ഉള്ളതുപോലെ സമാനമായ രീതിയിൽ ഏറ്റവും പുതിയ സംവിധാനങ്ങളോടുകൂടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ക്യാൻസർ റിസർച്ച് സെന്റർ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 300-ലേറെ കിടക്കകൾ ഒരേ സമയത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. 12-ലേറെ ലിഫ്റ്റുകളും അതിലേറെ ഓപ്പറേഷൻ തിയേറ്ററുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 5 ഓപ്പറേഷൻ തിയേറ്ററുകൾ പൂർണ്ണമായും റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ്. ഭാവിയെ കൂടി കരുതൽ എടുത്തുകൊണ്ട് വേണ്ടി വന്നാൽ സാങ്കേതിക വിദ്യയെ കൂടി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. ദീർഘദൂര യാത്ര ഒഴിവാക്കിക്കൊണ്ട് ചികിത്സ ഏറ്റവും മികച്ച രീതിയിൽ അവർക്ക് കൈമാറുക എന്നുള്ളതാണ് ഉദ്ദേശം. മറ്റ് ക്യാൻസർ സെന്ററുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊച്ചിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ക്യാൻസറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്യാൻസറിനുള്ള രോഗബാധ നിർണ്ണയിച്ച അതിനുള്ള ചികിത്സ ഉറപ്പാക്കുക മാത്രമല്ല, ഇതിന് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തുക എന്നൊരു ഉപാധി കൂടി അവർ പരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സങ്കേതങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുക, ഭാവിയിൽ കൂടുതൽ കരുത്താർജിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കുമെന്ന കാര്യം കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതല്ല, 1 മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകാവുന്ന രീതിയിലാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പ്രവർത്തന രീതികൾ സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടിയാണ് വെളിവാകുന്നത്. ക്യാമറമാൻ രാഹുൽ സുദീപിനൊപ്പം ലാൽകൃഷ്ണൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.